ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ മത്സരം നമ്മുടെ ഡൽഹി വേഴ്സസ് രാജസ്ഥാൻ തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു മാച്ച് നമ്പർ 32 ആണ്. അതുപോലെ തന്നെ മത്സരം നടക്കുന്നത് ഏപ്രിൽ 16 കൃത്യം 7:30 നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. നമ്മുടെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. സോ എന്തായാലും ഡൽഹി പ്ലേയേഴ്സിന് നല്ല രീതിയിൽ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അവരെ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ട് നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തന്നെ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടീംസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യണം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യണം. കാരണം ഇവിടെയാണ് നമ്മളെ ഫൈനൽ ടീംസും അതുപോലെ തന്നെ നമ്മുടെ വിന്നിങ്സും ലോസും എല്ലാം നമ്മളിവിടെ ഷെയർ ചെയ്യാറുള്ളത്. സോ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലോട്ട് മാച്ചും എല്ലാവരും കയറാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഫൈനൽ ടീമോ തൊട്ട് നമ്മളെല്ലാം ഇവിടെയാണ് നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കയറി ജോയിൻ ചെയ്യുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. ഗ്രാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിച്ച് ഡ്രൈ ആയതുകൊണ്ട് നല്ല രീതിക്ക് ബാറ്റിങ്ങിന് ഇവിടെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിന് ഇവിടെ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. സ്പിന്നേഴ്സിന് ഇനീഷ്യൽ സ്റ്റേഴ്സിൽ ഇവിടെ നല്ലൊരു ഇമ്പോർട്ടൻസ് കിട്ടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓക്കെ തന്നെ അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ ഡ്യൂ ഫാക്ടർ വരാനുള്ള ചാൻസ്. ഡ്യൂ ഫാക്ടർ മീൻസ് മഞ്ഞ് ചെറുതായിട്ട് സ്വെറ്റ് ചെയ്യുന്ന പോലത്തെ, അതൊന്നും ഇതിലില്ല, പക്ഷേ രണ്ടെന്ന് മാത്രം പറയാം. ദെൻ പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതലും ബാറ്റിംഗ് ചെയ്യുന്ന ടീം ചേസ് ചെയ്ത് കൂടുതൽ വിൻ ചെയ്യാറുണ്ട്. അത് ഫസ്റ്റ് ബാറ്റിംഗ് നല്ല രീതിയിൽ ഇവിടെ സപ്പോർട്ടബിൾ ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഫസ്റ്റ് ബാറ്റിംഗ് അപ്പോൾ റീസെൻ്റ് നടന്ന കുറച്ച് മത്സരങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ദെൻ ഗ്രൗണ്ട് സ്റ്റാറ്റ്സിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ഓവറോൾ 90 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത 44 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത 46 പ്രാവശ്യം. ഫസ്റ്റ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് 170 മുകളിൽ. അതുപോലെ തന്നെ സ്കോർസ് എബോൺ 190 23 പ്രാവശ്യം 190 മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ. ദെൻ ഫാസ്റ്റ് ബോളേഴ്സ് 392 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 217 വിക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ഇമ്പോർട്ടൻസ് സ്പിൻ ബോളേഴ്സിനെക്കാട്ടിലും ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സിനാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹി ടീം അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ ടീം പ്ലെയേഴ്സിൻ്റെ H2 സ്റ്റാറ്റ്സ് ആണ് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ അതിന് മുന്നേ എനിക്ക് 2-3 ആപ്ലിക്കേഷൻസിനെ പറ്റി പറയാനുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ് ഫസ്റ്റ് ഓഫ് ഓൾ കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ. റീസെൻ്റ് നടന്ന എല്ലാ മത്സരങ്ങളും ഞാൻ നമ്മുടെ ഡ്രീം ലെവലിനെക്കാട്ടിലും കൂടുതൽ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ 134 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 430 രൂപ നമ്മുടെ ഡ്രീം ലെവലിന് കിട്ടുമോ ഇല്ലയോ? ഓൺലി വൺ ക്വസ്റ്റ്യൻ, കിട്ടില്ല, ദാറ്റ് ഷുവർ. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മൾ ഡ്രീം ലെവലിലുള്ള പോലെ തന്നെ കുറച്ച് വെറൈറ്റി കോൺടെസ്റ്റ്. ഇപ്പോൾ 25 രൂപ കൊടുത്തതിനാൽ ഫസ്റ്റ് വന്നാൽ 100 രൂപ. അങ്ങനെ ചെറിയൊരു എൻട്രി ഫീസിൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കോൺടെസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. സോ അതിലോട്ടൊക്കെ ചോദിച്ചത്. ആകെ 4 കോൺടെസ്റ്റ് കളിച്ചിട്ടാണ് എനിക്ക് ഇത്രയും പൈസ കിട്ടിയത്. അതായത് 300 രൂപ പ്രോഫിറ്റാണ്. ടോട്ടലി 430 രൂപ വിൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കുബേര ഫാൻറ്റസി ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലെയേഴ്സിനെ വെച്ച് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് അത് ഞാൻ ജസ്റ്റ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിലിങ്ങനെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മാച്ച് എടുത്തതിന് ഇവിടെ ഡ്യുവോ എന്ന് കാണാൻ പറ്റും. ഇതിൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. നന്നായി കളിക്കാൻ ചാൻസുള്ള ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ സിമ്രാൻ സിംഗ് ഉണ്ട്, ശ്രേയസർ ഉണ്ട്, ഡീകോക്ക് ഉണ്ട്, പ്രിയനാശാരി ഉണ്ട്, സുനിൽ നരേൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് ഓൾറെഡി സുനിൽ നരേനെ പിക്ക് ചെയ്ത് നമ്മുടെ ഓപ്പോണൻറ്റിനെ ഇവിടെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആരാ വേണ്ടത്, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സുനിൽ നരേൻ ഓപ്പോണൻറ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീകോക്കുമായിട്ട് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ഡീകോക്കാണ് നല്ല പോയിൻ്റ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നല്ല രീതിയിൽ ക്യാഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പ്ലെയറിനെ മാത്രം ചൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഈ ഡ്യുവോ പ്രോ എന്താണെന്ന് വെച്ചാൽ 2 പ്ലെയേഴ്സിനെ അറ്റ് എ ടൈം ചൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നമുക്കിവിടെ സുനിൽ നരേനെ കൊണ്ടുവരാം ടീമിലോട്ട്. ദെൻ അതുപോലെ തന്നെ ബൗളിങ്ങിലും ഇവിടുന്ന് ഒരാളെ കൊണ്ടുവരാം. അതാരാ, നമുക്ക് ഹർഷിത് റാണയാണെങ്കിൽ റാണയായിട്ട് വന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനെ 2 പ്ലെയേഴ്സായിട്ട് ഇറങ്ങുന്ന പരിപാടിയാണ് ഡ്യുവോ പ്രോ. ഇങ്ങനെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ ഈ കുബേര പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡ്യുവോ ഓപ്ഷനില്ലേ, 5 പ്ലെയേഴ്സ് എന്ന് ഒരാളെ ചൂസ് ചെയ്തിട്ട് ടീമൊന്നും ഇടാതെ, അത് നമ്മുടെ ഈ ഒരു ചോയ്സിൽ വന്ന ആപ്ലിക്കേഷനിലുണ്ട്. കാരണം ഇതും എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെയിം സംഭവം നമ്മുടെ സ്പോട്ടസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലുണ്ട്. ഇതിൽ ആ ഒരു 5 പ്ലെയേഴ്സ് എന്ന് ഒരാളെ പിക്ക് ചെയ്യുന്ന ഓപ്ഷൻ, പോപ്പ് എന്നാണ് അതിൻ്റെ പേര്, അത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീം ഇടാനാണ് ആഗ്രഹമെങ്കിൽ, ടീം ഇട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണെങ്കിൽ മൈ മാസ്റ്റർ അല്ല നിങ്ങൾക്ക് പറ്റിയ ആപ്പ് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ റീസെൻ്റ് നടന്ന കുറച്ച് മത്സരങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു പാകിസ്ഥാൻ്റെ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. 4 കോൺടെസ്റ്റ് ഞാൻ ഇവിടെ കളിച്ചു. 1, 2, 3, 4 ഞാൻ വിന്നായി. ഒരു ആവറേജ് ടീം തന്നെയാണ്. ഈ സെയിം ടീം ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മളുടെ മറ്റേ ഫോക്കസ് ലെവലിലും അതുപോലെ വിഷൻ ലെവലിലും ഡ്രീം ലെവലിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ മൂഞ്ചി പോവുക ചെയ്തത്. പക്ഷെ ഇവിടെ 226 രൂപ ഇട്ട് 745 രൂപ.
200-ൻ്റെ 3 ഇരട്ടിയാണ് എനിക്ക് കിട്ടിയത്. പ്രോഫിറ്റ് മാത്രം 519 രൂപ. കണ്ടില്ലേ? അങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് ഇത്. കണ്ടില്ലേ? 214 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 734 രൂപ വിൻ ചെയ്ത് 520 രൂപ പ്രോഫിറ്റാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ആപ്പ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മൈ മാസ്റ്ററിൽ. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വിൻ ചെയ്തതാണ് നമ്മുടെ എക്സലിലല്ല. ഇതുപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. ഞാൻ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ലാസ്റ്റ് വരെ കിട്ടില്ല എന്ന് വിചാരിച്ച് അവസാന നിമിഷം ഒരേ ഒരു കോൺടെസ്റ്റ് ഞാൻ വിൻ ചെയ്തു. ഞാൻ ആകെ മറ്റേ ഈ 31 രൂപയുടെ അത് GL ആണ്, അത് കിട്ടി. ദെൻ അത് കൂടാതെ 15 രൂപ ഇട്ടതിന് 25 രൂപ ഇട്ടാൽ അതും കിട്ടി. പിന്നെ എനിക്ക് ആകെ ഒരെണ്ണം കിട്ടിയത് 89 രൂപ ഇട്ടിട്ട് 300 രൂപ കിട്ടുന്നതാണ്. അത് ചെറിയൊരു പോയിന്റ് ഞാൻ വിൻ ചെയ്ത്. പക്ഷേ എനിക്ക് 101 രൂപ പ്രോഫിറ്റാണ്. കാരണം ഞാൻ ഇവിടെ കുറേ എണ്ണം തോറ്റിട്ടുണ്ട്. അതായത് തോറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത്രയും എണ്ണം തോറ്റിട്ട് ആകെ 2 എണ്ണം ജയിച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും പൈസ കിട്ടിയത്. അതും സിമ്പിളായിട്ടുള്ള ചെറിയൊരു കോൺടെസ്റ്റ്. ഇപ്പോൾ ക്യാഷ് അങ്ങനെ നിങ്ങൾക്ക് ഏൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സലിലാണെങ്കിലും നല്ലൊരു ആപ്പ് തന്നെയാണ്. സ്പോട്ടിൽ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ 11 ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്പാണ്. കാരണം റീസെൻ്റ് നടന്ന കുറച്ച് മത്സരങ്ങൾ എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് തന്നെയാണ്. നമ്മുടെ രാജസ്ഥാൻ ബാംഗ്ലൂർ മാച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 300 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 661 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത്. സോ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കുക. ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ ഫോക്കസ് 11 ആണെങ്കിലും നിങ്ങൾക്ക് പറ്റിയൊരു ആപ്പ് തന്നെയാണ്. എൻട്രി ഫീസൊക്കെ വളരെ കുറവാണ്. നമ്മുടെ മറ്റ് ആപ്ലിക്കേഷനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. സോ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹി പ്ലേയേഴ്സിൻ്റെ റീസെൻറ്റ് ഫോമും അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഫാഫ് ഡുപ്ലിസി ആണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 550 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് 550 റൺസ് അഗെയിൻസ്റ്റ് RRആയിട്ട് 17 ഇന്നിങ്സ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 4 മത്സരം കളിച്ച് 166 റൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പെർ മാച്ച് 40-ൻ്റെ എബോ ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രേസർ, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ആണെങ്കിൽ എഗെയിൻസ്റ്റ് RRആയിട്ട് ഒരേ ഒരു മത്സരം കളിച്ചുള്ള 50 റൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 6 മത്സരം കളിച്ച് 222 കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റ് അല്ല, എല്ലാ മത്സരവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല. അഭിഷേക് പോരലാണെങ്കിൽ 3 മത്സരവും 30 എബോ, ലാസ്റ്റ് നടന്ന 5 മത്സരങ്ങളിലും 3 എണ്ണം 30 എബോ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് 255 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് RRആയിട്ട് അദ്ദേഹം ഒരു പ്രാവശ്യം 81 റൺസും എടുത്തിട്ടുണ്ട്. കരുൺ നായർ റീസെൻ്റ്ലി സബിൽ വന്നൊരു പ്ലെയറാണ്. നല്ല പെർഫോമൻസ് ആണ്. 89, 86, 125ഒക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ 492 റണ്ണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RRആയിട്ട് 2 മത്സരം കളിച്ച് 34 റൺസ് എടുത്തിട്ടുള്ളൂ. KL രാഹുൽ അദ്ദേഹം എഗെയിൻസ്റ്റ് നമ്മുടെ RRആയിട്ട് 16 ഇന്നിങ്സ് ഏറ്റുമുട്ടിയിട്ട് 713 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് അദ്ദേഹത്തിൻ്റെ ആവറേജ് 51 റൺസാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലും അദ്ദേഹം 55 റൺസ് എടുത്ത് 4 മത്സരം കളിച്ചിട്ട്. അതുപോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സിനെ പറ്റി പറയുന്ന സമയത്ത് 6 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 183 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് 63 അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് RRആയിട്ട് 2 ഇന്നിങ്സ് കളിച്ച് 85 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. അസ്തർ പട്ടേലിനെ പറ്റി പറയുന്ന സമയത്ത് 16 വിക്കറ്റും 678 റൺസുമാണ് അദ്ദേഹം ഈ ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളത്. അഗെയിൻസ്റ്റ് RRആയിട്ട് 16 ഇന്നിങ്സിൽ നിന്ന് 14 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ശർമ്മയാണെങ്കിൽ ഈ ഒരു ലാസ്റ്റ് മത്സരങ്ങളൊക്കെ ഫയർ ആവുന്ന ഒരു പ്ലെയറാണ്. അഗെയിൻസ്റ്റ് RRആയിട്ട് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. 2 മത്സരമെങ്കിലും അദ്ദേഹം അഗെയിൻസ്റ്റ് കളിച്ചിട്ട് 48 റൺസാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിവ്രാജ് നിഗം, അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ്. 6 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൽ 5 എണ്ണം ലാസ്റ്റ് 5 മത്സരത്തിൽ നിന്ന് 6 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് 2 വിക്കറ്റ് ഓൺ ദിസ് ഗ്രൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ സ്റ്റാറൊക്കെ ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 3 വിക്കറ്റും ഈ ഒരു ടോട്ടലി 5 മത്സരം കളിച്ച് കഴിഞ്ഞാൽ 6 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കുന്നത് നമ്മുടെ വിവ്രാജ് നിഗവും മിച്ചൽ സ്റ്റാർക്കും. കുൽദീപ് യാദവ് ആണെങ്കിൽ ലാസ്റ്റ് 5 മത്സരം കളിച്ച് 10 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് RRആയിട്ട് 10 ഇന്നിങ്സ് കളിച്ച് 11 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു വെന്യൂവിലാണെങ്കിൽ 17 ഇന്നിങ്സ് കളിച്ച് 19 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. മോഹിത് ശർമ്മ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. 10 ഇന്നിങ്സ് കളിച്ചിട്ട് അദ്ദേഹം 9 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 7 വിക്കറ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ. മുകേഷ് കുമാറിനെ പറ്റി പറയുന്ന സമയത്ത് 12 ഗെയിംസ് ആയിട്ട് ഡൽഹി കളിച്ചിട്ടുണ്ട്, 14 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം. അതുപോലെ തന്നെ 5 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് RRആയിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത് 3 മത്സരം കൊണ്ട്. അതുപോലെ തന്നെ അടുത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയേഴ്സിനെ പറയുന്നത് ജയ്സ്വാലാണ്. അദ്ദേഹം റീസെൻ്റ്ലി നല്ല ഫോമിൽ തന്നെയാണ്. 6 മത്സരം അഗെയിൻസ്റ്റ് DC ആയിട്ട് കളിച്ചിട്ട് 127 റൺസ് എടുത്തിട്ടുണ്ട്. 48 റൺസ് ഈ ഒരു വെന്യൂവിൽ
ലാസ്റ്റ് 3 ഇന്നിങ്സിൽ അദ്ദേഹം സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ആണെങ്കിൽ എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് അദ്ദേഹം 16 ഇന്നിങ്സ് കളിച്ച് 387 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിലാണെങ്കിൽ 19 മത്സരം കളിച്ച് 519 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. നിതീഷ് റാണയാണെങ്കിൽ മിക്സഡ് ഫോമാണ്. ദെൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 381 റൺസ് 3 വിക്കറ്റുമാണ് 13 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത്. 2 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ ബോളിംഗ് ഒന്നും കാര്യം നോക്കണ്ട, ചെയ്യത്തില്ല. റിയാൻ പരാഗാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് റീസൺ നല്ല ഫോമാണ്. 25 to 43 റൺസ് വരെ തീർച്ചയായിട്ടും ലാസ്റ്റ് മത്സരം എല്ലാത്തിലും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 86 റൺസാണ് അദ്ദേഹം അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് നേടിയിട്ടുള്ളത് 9 മത്സരങ്ങളിൽ. ഈ ഒരു ഗ്രൗണ്ടിൽ 4 മത്സരം കളിച്ച് 100 റൺസ് കൊടുത്തിട്ടുണ്ട്. 25 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്. ധ്രുവ് ജുവലാണെങ്കിൽ 2 ഗെയിംസ് അഗെയിൻസ്റ്റ് ഡൽഹിയെ കളിച്ച് 28 റൺസ് എടുത്തുള്ളൂ. ഷിരോൺ ഹിറ്റ്മെയർ ആണെങ്കിൽ 54 റൺസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട്. ഹാസിറങ്ക 2 വിക്കറ്റും എടുത്തിട്ട് 3 മത്സരം അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആർച്ചർ ആണെങ്കിൽ 4 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് കളിച്ച് 7 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിൽ 1 വിക്കറ്റ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മഹീഷ് തീക്ഷ്ണ 3 മത്സരം കളിച്ച് 3 വിക്കറ്റാണ് നേടിയിട്ടുള്ളത് അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ 2 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. തുഷാർ ദേശ്പാണ്ഡെ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 3 മത്സരം അഗെയിൻസ്റ്റ് ഡൽഹി ആയി കളിച്ചിട്ട് 1 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1 വിക്കറ്റ് ഈ ഒരു വെന്യൂ തന്നെയാണ് കേട്ടോ. ദെൻ സന്ദീപ് ശർമ്മയാണെങ്കിലും 18 ഗെയിംസ് കളിച്ചിട്ട് 20 വിക്കറ്റ് നേടിയിട്ടുണ്ട് അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട്. അതും 9 മത്സരത്തിൽ 8 എണ്ണം ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ കുമാർ കാർത്തികേയ വലിയ റെക്കോർഡ്സോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റ്സ് നോക്കുന്നത് നമ്മുടെ ഡൽഹിയും അതുപോലെ തമ്മിൽ 29 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ട് ഡൽഹി 14 പ്രാവശ്യം, രാജസ്ഥാൻ റോയൽസ് 15 പ്രാവശ്യമാണ്. പക്ഷെ ഇപ്പോൾ 2 ടീമും നല്ല സ്ട്രോങ് തന്നെയാണ്. സോ നമുക്കൊരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ മാച്ച് എടുക്കാം. ഡൽഹി വേഴ്സസ് രാജസ്ഥാൻ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു ടീം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. KL രാഹുൽ, സഞ്ജു സാംസൺ 2 പേരെയും ഞാൻ എൻ്റെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുൽദീപ് യാദവും മിച്ചൽ സ്റ്റാർക്കിനെയും അതുപോലെ തന്നെ ജോർഫ്ര ആർച്ചറിനെയും നമ്മളിപ്പോൾ തൽക്കാലം കൊണ്ടുവന്നിട്ടുണ്ട്. അസ്തർ പട്ടേലും വിപ്രാജ് നിഗം റീസൺ നല്ല പെർഫോമൻസ് ആണ്. റിയാൻ പരാഗ് അതുപോലെ തന്നെ ജയ്സ്വാൾ, കരുൺ നായറിനെ ഞാൻ പിക്ക് ചെയ്യുന്നില്ല. അതുപോലെ ട്രിസ്റ്റൻ സ്റ്റബ്സ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു ഡുപ്ലിസി അദ്ദേഹത്തെ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാം. സോ ഞാനിപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കൂടെ ടീമിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ പ്ലേയേഴ്സ് കൂടിയ പോലെ ഒരു ഫീൽ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാണ്ട് നമ്മുടെ സ്റ്റബ്സിനെ മാറ്റാം. ഓക്കെ, സ്റ്റബ്സ് അല്ല, ഒരാൾ ഓൾറൗണ്ടറിൽ ഒരാളെ മാറ്റാം. വിപ്രാജ് നിഗത്തിനെ തൽക്കാലം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ രാജസ്ഥാനിൽ ഒരു ബാറ്റിങ്ങിലോട്ടുള്ള ഒരു ടോപ്പ് ആളെ കൊണ്ടുവരാം. നിതീഷ് റാണ, ഹാസിറങ്ക, അതാകുമ്പോൾ ഡ്യുവൽ അഡ്വാൻറ്റേജ്, ബാറ്റിംഗ് പ്ലസ് ബോളിംഗ്. ഈ ക്യാപ്റ്റൻസി കൊടുക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും KL രാഹുലിനെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈസ് ക്യാപ്റ്റൻ ആരെ വേണമെങ്കിലും കൊടുക്കാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷേ തൽക്കാലം ഞാൻ അസ്തർ പട്ടേലിനെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ടീം ഒന്ന് നോക്കാം. KL രാഹുൽ, അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാംസൺ, ജയ്സ്വാൾ, ഡുപ്ലിസി, റിയാൻ പരാഗ്, അസ്തർ പട്ടേൽ, ഹാസിറങ്ക, കുൽദീപ് യാദവ്, ജോർഫ്ര ആർച്ചർ, മിച്ചൽ സ്റ്റാർക്ക്, ഇത്രയും പേര് നമ്മുടെ ടീമിലുള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. സോ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.